Topic gradient, divergence and curl. The vector differential operator, it is denoted by del and it is defined as del is equal to dou by dou x I cap plus dou by dou y j cap plus dou by dou z k cap. Okay, then del ഓപ്പറേറ്ററിന് നമുക്ക് ഏതൊക്കെ ഡിഫറെൻറ്റ് വേസിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. del ഒരു വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്. ഫസ്റ്റ് വൺ, ഓൺ എ സ്കെയിലാർ ഫംഗ്ഷൻ ടി del t the gradient. ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ടി എടുക്കുകയാണെങ്കിൽ del t എന്നുള്ള രീതിക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുക ഗ്രേഡിയൻ്റ് ആണ്. ഓൺ എ വെക്റ്റർ ഫംഗ്ഷൻ വി ഡോട്ട് പ്രൊഡക്റ്റ് വഴി del ഡോട്ട് വി എന്നുള്ള രീതിക്ക് ആക്ട് ചെയ്യാൻ പറ്റും. Then on a vector function v via the cross product del cross v അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റും. ഇനി ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കെയിലാർ, ടി സ്കെയിലാർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വെക്ടറാണ് കിട്ടുക. പിന്നെ ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ, ഇറ്റ് ഈസ് എ സ്കെയിലാർ, അതായത് del ഡോട്ട് വി. പിന്നെ കേൾ ഓഫ് എ വെക്റ്റർ, ഇറ്റ് ഈസ് എ വെക്റ്റർ del ക്രോസ് വി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെക്ടറാണ് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ ഗ്രേഡിയൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So if phi of x, y, z be a scalar function, then I cap dou phi by dou x plus j cap dou phi by dou y plus k cap dou phi by dou z is called the gradient of the scalar function phi. അപ്പോൾ phi സ്കെയിലാർ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഐ ക്യാപ് ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ് ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ക്യാപ് ഡോ ഫൈ ബൈ ഡോ സെറ്റിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുക. അതിനെ ഡിനോട്ട് ചെയ്യുക ഗ്രാഡ് ഫൈ എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നമുക്ക് ഗ്രാഡ് ഫൈ എങ്ങനെ എഴുതാം? ഐ ക്യാപ് ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ് ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ക്യാപ് ഡോ ഫൈ ബൈ ഡോ സെറ്റ്. ഇതിൽ നമുക്ക് ഫൈനെ പുറത്തോട്ട് എടുക്കാം. ഫൈ സ്കെയിലാറാണ്. അപ്പോൾ നമുക്ക് ഗ്രാഡ് ഫൈ ഇസ് ഈക്വൽ ടു del ഫൈ എന്ന് എഴുതാം. അതായത് ഐ ക്യാപ് ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ് ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ക്യാപ് ഡോ ഫൈ ബൈ ഡോ സെറ്റിനെ നമുക്ക് del എന്ന് എഴുതാം. പിന്നെ ഫൈ പുറത്തുണ്ട്, അപ്പോൾ del ഫൈ എന്ന് എഴുതാം നമുക്ക്. ഈ ഡെല്ലിനെ നമ്മൾ ഈ ഒരു സിമ്പലിനെ del അല്ലെങ്കിൽ നെബ്ല എന്നാണ് നമ്മൾ റീഡ് ചെയ്യുക. ഇനി del ഫൈ പോയിൻറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം ഇൻക്രീസ് ഓഫ് ഫംഗ്ഷൻ ഫൈ. ഫൈ എന്നുള്ള ഫംഗ്ഷൻ്റെ മാക്സിമം ഇൻക്രീസിലെ ഡയറക്ഷനിലേക്കാണ് del ഫൈൻ്റെ ഡയറക്ഷൻ. Then gradient is a directional derivative and its magnitude is the maximum rate of change of function and direction is along the maximum rate of change of function. അപ്പം മാഗ്നിറ്റ്യൂഡ് ആ ഫംഗ്ഷൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അതുമാതിരി ഡയറക്ഷൻ ആണെങ്കിൽ ഈ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും del ഫൈൻ്റെയും ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഇനി മോഡുലസ് ഓഫ് del ഫൈ, അതായത് മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓർ റേറ്റ് ഓഫ് ഇൻക്രീസ് അലോങ് ദിസ് മാക്സിമൽ ഡയറക്ഷൻ. റേറ്റ് ഓഫ് ഇൻക്രീസ്, ഈ ഒരു മാക്സിമൽ ഡയറക്ഷനിലുള്ള എത്രത്തോളം റേറ്റ് ഓഫ് ഇൻക്രീസ് ഉണ്ട് അതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മളിവിടെ രണ്ട് സർഫസ് എടുക്കുകയാണ്. ഇത് ഗ്രേഡിയൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ആണ്. അപ്പോൾ രണ്ട് സർഫസ് എടുക്കുകയാണ്. phi 1 which is equal to c1 and phi 2 is equal to c2. ഇതിൽ നമ്മൾ ഒരു dr വെക്ടർ വരയ്ക്കുകയാണ് ഫ്രം c1 to c2. രണ്ടും അഡ്ജസൻറ്റ് സർഫേസ് ആണ്. ഇതിൽ c2 is greater than c1. അതായത് ഇപ്പോൾ നമ്മൾ c1-ലൊരു പോയിൻ്റ് എടുക്കുകയാണ്, പി എക്സ് വൈ സെഡ് എന്ന് എടുക്കുകയാണെങ്കിൽ അടുത്ത സർഫസിലെ ക്യൂവിൽ പോയിൻ്റ് ക്യൂ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് ഡി എക്സ്, വൈ പ്ലസ് ഡി വൈ, സെഡ് പ്ലസ് ഡി സെഡ്, അതായത് പി ടു ക്യൂ ഉള്ള ഡിസ്റ്റൻസ് എന്താണ്? ഡി ആർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ phi 1 is equal to phi, then phi plus d phi ആണ്. ആ d phi ചേഞ്ച് ഉണ്ട് phi 1ഉം phi 2ഉം തമ്മിൽ. dr is equal to dx I cap plus dy j cap plus dz k cap. then d phi, അപ്പോൾ d phiനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡോ ഫൈ ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഇൻറ്റു ഡി സെറ്റ്. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതാണ്.
അതായത് ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് കെ ക്യാപ് ഡോട്ട് ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെറ്റ് കെ ക്യാപ്. അപ്പം നമുക്ക് ഡി ഫൈനെ എന്താക്കി എഴുതാം? ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്ന് എഴുതാം. ഇനി അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും മോഡ് ഡെൽ ഫൈ മോഡ് ഡി ആർ കോസ് തീറ്റ. ഇതിൽ നമുക്ക് ഈ ഡി ഫൈന് മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ കോസ് തീറ്റ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ തീറ്റ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ഡി ആറും ഡെൽ ഫൈയും പാരലൽ ആയിരിക്കണം. ദാറ്റ് ഇസ് ഡി ആർ പാരലൽ ടു ഡെൽ ഫൈ. അപ്പോൾ ആൻഡ് ദിസ് ഐഡൻറ്റിഫൈസ് ഡെൽ ഫൈ ആസ് എ വെക്റ്റർ ഹാവിങ് ഡയറക്ഷൻ ഓഫ് മാക്സിമം സ്പേസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫൈ. അതായത് ഡി ആറിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കണം ഡെൽ ഫൈ. അതെന്താണ്? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനാണ്. ഓക്കെ. ഇനി ഈ നേരത്തെ നമ്മൾ പിയും ക്യൂവും 2 ഡിഫറെൻറ്റ് സർഫസിലാണ് എടുത്തത്. ഇനി നമുക്ക് പിയും ക്യൂവും സെയിം സർഫസിലാണെങ്കിൽ അപ്പോൾ എന്താവും? ചേഞ്ച് ഇൻ ഫൈ, അതായത് ഡി ഫൈ ഉണ്ടാവില്ല. ഓക്കെ, ഡി ഫൈ എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് ചേഞ്ച് ഇൻ ഫൈ ഡി ഫൈ ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ഡോട്ട് ഡി ആർ. അത് ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇവിടെ എന്താണ്? കോസ് 90 ആണ് വരുന്നത്. ഡി ആറും ഡെൽ ഫൈയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നത് ഡെൽ ഫൈ ഇസ് പെർപെൻഡിക്കുലർ ടു ഡി ആർ. ഡെൽ ഫൈ ഇസ് പെർപെൻഡിക്കുലർ ടു ഡി ആർ. ഡി ആറിൻ്റെ ഡയറക്ഷനിൽ അപ്പോഴും ഡെൽ ഫൈൻ്റെ ഡയറക്ഷൻ എന്താണ്? പെർപെൻഡിക്കുലർ. അതായത് സർഫസിന് എപ്പോഴും ഡെൽ ഫൈ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. നെക്സ്റ്റ് നോക്കുന്നത് ഡൈവേർജൻസിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷനാണ്. സോ ഡൈവേർജൻസ് ഇസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ദ വെക്റ്റർ സ്പ്രെഡ്സ് ഔട്ട് ഫ്രം ദ പോയിൻ്റ് ഇൻ ക്വസ്റ്റ്യൻ. അതായത് ഒരു വെക്റ്റർ എത്രത്തോളം സ്പ്രെഡ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് ഡൈവേർജൻസ്. if v is equal to vx I cap plus vy j cap plus vz k cap then del dot v, അങ്ങനെയാണ് നമ്മൾ ഡൈവേർജൻസ് കാണിക്കാം. del dot v is equal to dou vx by dou x plus dou by dou y of vy plus dou by dou z of vz. ഇനി ഈ ഒരു ഡയഗ്രാം, ഈ ഡയഗ്രത്തിൽ ഒരു പോസിറ്റീവ് ഡൈവേർജൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്ന വെക്ടർ സ്പ്രെഡ് ഔട്ട് ചെയ്യണം, പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യാണ്. അതായത് ഫീൽഡ് ഇസ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് ഓഫ് പോസിറ്റീവ് ഡൈവേർജൻസ്, ആ സെൻറ്ററിൽ ആ പോയിന്റിനെ നമ്മൾ സോഴ്സ് ഓർ ഫോസെറ്റ് എന്നാണ് പറയുക. ഇനി ഇത് നേരെ തിരിച്ചുള്ളൊരു ഡയറക്ഷനാണ്. അതായത് ഒരു പോയിന്റിലേക്ക് വരുന്ന രീതിക്കാണ്, ഒന്ന് കൺവേർജ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഇതെന്താണ്? നെഗറ്റീവ് ഡൈവേർജൻസ് ആണ് കാണിക്കുന്നത്. ആൻഡ് ദ പോയിന്റ് ഓഫ് നെഗറ്റീവ് ഡൈവേർജൻസ്, ആ സെൻറ്ററിലെ പോയിന്റ്, ഇറ്റ് ഇസ് കോൾഡ് ദ സിങ്ക് ഓർ ഡ്രെയിൻ. ഇനി വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ വി എസ് സൈനുസോയിഡൽ ഇഫ് ഡെൽ ഡോട്ട് വി ഇസ് ഈക്വൽ ടു 0. ഡെൽ ഡോട്ട് വി 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വി സൈനുസോയിഡൽ ആണെന്ന് പറയാം. ഇനി ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷനാണ്. ഇതിന് നമ്മൾ ഫസ്റ്റ് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ആണ് എടുക്കുന്നത്. റൈറ്റ് സൈഡിലേക്കുള്ളൊരു ഫ്ലൂയിഡ് ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാരലലോ പൈപ്പിൽ എടുത്തു. അതിൻ്റെ ഡയമെൻഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡി എക്സ് ഡി വൈ ഡി സെഡ് പാരലൽ ടു എക്സ് വൈ ആൻഡ് സെഡ് ഡയറക്ഷൻ റെസ്പെക്റ്റീവ്ലി. ഓക്കെ. ആൻഡ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻസ്, പോസിറ്റീവ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് പോസിറ്റീവ് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻസ് റൈറ്റ് സൈഡിലോട്ട് നമ്മൾ പോസിറ്റീവായിട്ടും ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവായിട്ടുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡോ വി എക്സ് ബൈ ഡോ എക്സ്, ഡോ വി വൈ ബൈ ഡോ വൈ, ഡോ വി സെഡ് ബൈ ഡോ സെഡ് ആർ ദ വെലോസിറ്റി ഗ്രേഡിയൻസ് അലോങ് എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ്. അപ്പോൾ ഈ ഡോ വി എക്സ് ബൈ ഡോ എക്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഹൗ മച്ച് ദ വെലോസിറ്റി ഇൻക്രീസസ് ഇൻ 1 യൂണിറ്റ് ലെങ്ത് ഇൻ എക്സ് ഡയറക്ഷൻ. ഒരു എക്സ് ഡയറക്ഷനിൽ ഇപ്പോൾ ഡോ വി എക്സ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ ആ വെലോസിറ്റി എത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുള്ളതിൻ്റെ മെഷറാണ്. ഇതിനിപ്പോൾ മൈനസ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് അല്ല, വെലോസിറ്റി ഡിക്രീസ് ആണ് പറയാം. അപ്പോൾ നമ്മൾ ഇതിൽ ഈ പാരലൽ പൈപ്പിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു.
അപ്പോൾ സെൻറ്ററിലെ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് വി എക്സ് വി വൈ വി സെറ്റ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ടോട്ടലി വി എങ്ങനെ എടുക്കും? വെലോസിറ്റി വെക്ടറായിട്ട് വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ് പ്ലസ് വി സെറ്റ് കെ ക്യാപ് അങ്ങനെ എഴുതി. ഇനി നമുക്ക് വൈ ഡയറക്ഷൻ കൺസിഡർ ചെയ്യാം. അതായത് ഫേസ് ഏതാ? വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എ ഇ എച്ച് ഡി. എ ഇ എച്ച് ഡിയിലത്തെ വെലോസിറ്റി കൺസിഡർ ചെയ്യാം. ഈ എ ഇ എച്ച് ഡി ഫേസിലെ വെലോസിറ്റി കൺസിഡർ ചെയ്യാം. അപ്പോൾ സെൻറ്ററിലെ വെലോസിറ്റി വി വൈ ആയിരുന്നു പറഞ്ഞു. അപ്പോൾ വി വൈ മൈനസ് സംതിങ്, അതായത് വി വൈൻ്റെ ലെഫ്റ്റിലോട്ടാണ് ഈ എ ഇ എച്ച് ഡി ഫേസ് കിടക്കുന്നത്. അപ്പം വി വൈ മൈനസ് സംതിങ്. അപ്പോൾ എന്താണ്? വി വൈ മൈനസ് ഡോ വി വൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ടു. ഈ ഡോ വി വൈ ബൈ ഡോ വൈ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യൂണിറ്റ് ഡിക്രിമെൻറ്റിനാണ് കാണിക്കുന്നത്. ആൻഡ് ഡി വൈ ബൈ ടു. ഡി വൈ ബൈ ടു എന്ന് പറയുമ്പോൾ ഈ ഒരു ഇപ്പോൾ വൈ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ആ ടോട്ടൽ പാരലൽ പൈപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഡി വൈ ആണ്. പക്ഷേ സെൻറ്ററിലാണ് വി വൈ കൊടുത്തിരിക്കുന്നത്. അപ്പം ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഡി വൈ ബൈ ടു, ഫേസ് എ ഇ എച്ച് ഡിയിലെത്തുമ്പോൾ മൈനസ് ഡി വൈ ബൈ മൈനസ് ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ടു, ഹാഫ് പോയാൽ മതി. ഓക്കെ. ആൻഡ് if this velocity is multiplied with area perpendicular to this velocity, we will get volume flow per unit time, which is called flux. ഇതിനെ നമ്മൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ വെലോസിറ്റി വി വൈ എടുക്കുകയാണെങ്കിൽ തന്നെ വി വൈ ഇൻറ്റു പെർപെൻഡിക്കുലർ ഏരിയ എന്ന് പറയുമ്പോൾ ഡി സെഡ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഓക്കെ. ആൻഡ് വി വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററിൽ ഡി വൈ ഡി സെഡ് ഡി എക്സ് എന്ന് വരും. അതിനെ നമുക്ക് ഡി വി എന്ന് എഴുതാം. ഡി വി ബൈ ഡി ടി, വോള്യൂം പെർ യൂണിറ്റ് ടൈം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലക്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ ദ ഇൻവേർട്ട് ഫ്ലക്സ് അറ്റ് ഫേസ് എ ഇ എച്ച് ഡി എന്ന് പറയുമ്പോൾ ആ വെലോസിറ്റി, ആ പെർട്ടിക്കുലർ വെലോസിറ്റി ഇൻറ്റു ഡി എക്സ് ഡി സെഡ്, അതായത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ. അപ്പോൾ ഇൻവേർട്ട് ഫ്ലക്സ് അറ്റ് ഫേസ് എ ഇ എച്ച് ഡിനെ നമുക്ക് വി വൈ മൈനസ് ഡോ വി വൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ടു ഇൻറ്റു ഡി എക്സ് ഡി സെറ്റ് എന്ന് എഴുതാം. ഇത് ഇൻവേർട്ട് ഫ്ലെക്സ് ആണ്. നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഫ്ലോ നോക്കുന്നത്. ഔട്ട്വേർഡ് ഫ്ലെക്സ് എന്താവും? ഔട്ട്വേർഡ് ഫ്ലെക്സ് ഈ ഒരു ബി സി ജി എഫ് എന്നുള്ള ഫേസിലാണ് വരിക. അപ്പോൾ വി വൈ പ്ലസ്, നടുക്ക് വി വൈ ആണെങ്കിൽ ആ ഫേസിലെത്താൻ പിന്നെ വി വൈനോട് സംതിങ് നമുക്ക് ആഡ് ചെയ്യണം. സോ വി വൈ പ്ലസ് is same thing, dou vy by dou y into dy by 2 into dx dz. അതാണ് ഔട്ട്വേർഡ് ഫ്ലക്സ്. ഓക്കെ. സോ ഇൻവേർഡ് ഫ്ലക്സും കിട്ടി, ഔട്ട്വേർഡ് ഫ്ലക്സും കിട്ടി. ഇനി നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഇൻ വൈ ഡയറക്ഷൻ. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യാം. വി വൈ പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ ഡി വൈ ബൈ ടു മൈനസ് വി വൈ മൈനസ് ഡോ വി വൈ ബൈ ഡോ വൈ ഡി വൈ ബൈ ടു ഇൻറ്റു ഡി എക്സ് ഡി സെറ്റ്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. വി വൈ പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ ഡി വൈ ബൈ ടു മൈനസ് ഡി വൈ പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ ഡി വൈ ബൈ ടു. ഇത് വി വൈയും ക്യാൻസലായി പോവും. അപ്പോൾ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് നമുക്ക് കിട്ടുക ഡോ വി വൈ ബൈ ഡോ വൈ ഡി വൈ ഡി എക്സ് ഡി സെറ്റ് എന്നാണ് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ വൈ ഡയറക്ഷനിലാണ് ചെയ്തത്. സിമിലർ സെയിം സ്റ്റെപ്പ് നമുക്ക് എക്സ് ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ചെയ്യാം. എക്സ് ഡയറക്ഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഇൻ എക്സ് ഡയറക്ഷൻ കിട്ടുക ഡോ വി എക്സ് ബൈ ഡോ എക്സ് ഡി എക്സ് ഡി വൈ ഡി സെറ്റ്. ഫോർ സെഡ് ഡയറക്ഷൻ വിൽ ഗെറ്റ് ഡോ വി സെഡ് ബൈ ഡോ സെറ്റ് ഡി എക്സ് ഡി വൈ ഡി സെറ്റ്. ഓക്കെ. ഇനി നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദ പാരലൽ പൈപ്പ്. ഇതിന് നമ്മൾ ഈ മൂന്നെണ്ണം ആഡ് ചെയ്യാണ്. അപ്പം ഈ മൂന്നെണ്ണം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ വി എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ വി സെഡ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് കിട്ടും. മൂന്ന് ഡയറക്ഷനിലുള്ളതും കൂടി നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ആഡ് ചെയ്തു. ഓക്കെ. ഇനി ഇത് പെർ യൂണിറ്റ് വോളിയം, നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം കണ്ടുപിടിക്കാൻ ഡോ വി എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ വി സെഡ് ബൈ ഡോ സെറ്റ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് ആയിരുന്നു. അപ്പോൾ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും ഡിവൈഡഡ് ബൈ ഡി എക്സ് ഡി വൈ ഡി സെഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ന്യൂമറേറ്ററിൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് പോകും. അപ്പോൾ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം കിട്ടും ഡോ വി എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ വി സെഡ് ബൈ ഡോ സെഡ് കിട്ടും. അതിന് നമുക്ക് ഡെൽ ഡോട്ട് വി എന്നുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി എഴുതാം.
I cap dou by dou x plus j cap dou by dou y plus k cap dou by dou z dot vx I cap plus vy j cap plus vz k cap, അതായത് ഡെൽ ഡോട്ട് വി. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു, എൽ എച്ച് എസിൽ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് കിട്ടി, ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് വെലോസിറ്റി ഡെൽ ഡോട്ട് വി എന്ന് കിട്ടി. സോ ഡൈവേർജൻസ് ഇസ് ആക്ച്വലി ദ ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം. അതാണ് ഇതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ. നെക്സ്റ്റ് നമുക്ക് കേളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കേൾ, it is a measure of how much the vector swirls around the point in question. So എത്രത്തോളം ഒരു വെക്ടർ swirl ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു മെഷറാണ് കേൾ എന്ന് പറയുന്നത്. ആൻഡ് കേൾ ഗിവ്സ് ദ റൊട്ടേഷൻ ഓർ സർക്കുലേഷൻ ഓഫ് വെക്ടർ അറൗണ്ട് എ പോയിന്റ്. ഒരു പോയിന്റിൽ റൊട്ടേഷൻ അല്ലെങ്കിൽ സർക്കുലേഷനാണ് നമുക്ക് കേൾ തരുന്നത്. And the magnitude, it is the amount of maximum circulation. Maximum circulation amount ആണ് magnitude, and direction is perpendicular to plane of area. ആ ഏരിയൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഡയറക്ഷൻ. കാരണം കേൾ എന്താണ്, ഒരു ക്രോസ് പ്രൊഡക്റ്റ് ഡെൽ ക്രോസ് വി ആണ്. ഓക്കെ, ഇനി if v is equal to vx I cap plus vy j cap plus vz k cap, then curl of v. curl of v എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, ഡെൽ ക്രോസ് വി എന്നാണ്. Determinant of I j k dou by dou x dou by dou y dou by dou z vx vy vz. അതിനെ നമ്മൾ സാധാ ഡിറ്റർമിനൻ്റ് എന്ന പോലെ തന്നെ I cap ഇൻറ്റു ഡോ വി സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ വി വൈ ബൈ ഡോ സെഡ് മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ഡോ വി സെഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ വി എക്സ് ബൈ ഡോ സെഡ് പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഡോ വി വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ വി എക്സ് ബൈ ഡോ വൈ. പിന്നെ എഫ് ഡെൽ ക്രോസ് വി ഇസ് ഈക്വൽ ടു 0, വി ഇസ് ഇറട്ടേഷണൽ. വി ഇറട്ടേഷണൽ ആവണമെങ്കിൽ അതിൻ്റെ കേള് 0 ആയിരിക്കണം. ഓക്കെ, ഇനി ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷനാണ് പറയുന്നത്. കൺസിഡർ ദ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ആർ വെക്ടർ ഇസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് ഓൺ ദ റൊട്ടേറ്റിംഗ് വെക്ടർ. ആർ വെക്ടർ പൊസിഷൻ വെക്ടറാണ്. നമ്മളൊരു റിജിഡ് ബോഡീനെ കൺസിഡർ ചെയ്യുകയാണ്. ആ റിജിഡ് ബോഡീൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. ആൻഡ് വി നോ ദാറ്റ് വി ലീനിയർ വെലോസിറ്റി എങ്ങനെ എപ്പോൾ എഴുതാം, ഇറ്റ്സ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്ന് നമുക്ക് എഴുതാം. വേറെ ഒമേഗയും ആറും വെക്ടേഴ്സാണ്. ഒമേഗ നമ്മൾക്ക് എങ്ങനെ എഴുതാം, വി വൺ ഐ ക്യാപ് പ്ലസ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ വൺ ഐ ക്യാപ് പ്ലസ് ഒമേഗ ടു ജെ ക്യാപ് പ്ലസ് ഒമേഗ ത്രീ കെ ക്യാപ് എന്ന് എഴുതാം. ആറിന് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ് എന്ന് എഴുതാം. ഇനി നമുക്ക് കേൾ ഓഫ് വി എങ്ങനെ എഴുതാം, ഡെൽ ക്രോസ് വി എന്ന് എഴുതാം. ആൻഡ് വി നമ്മൾ പറഞ്ഞു, വി എന്താണ്, ഒമേഗ ക്രോസ് ആറാണ്. അപ്പോൾ ഡെൽ ക്രോസ് ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതാം. ആൻഡ് ഡെൽ ക്രോസ് ആ ഒമേഗ ക്രോസ് ആറിനെ നമ്മൾ ഡിറ്റർമിനൻ്റ് രീതിക്ക് എഴുതുക. അതായത് ഡെൽ ക്രോസ് ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് ഒമേഗ വൺ ഒമേഗ ടു ഒമേഗ ത്രീ എക്സ് വൈ സെഡ്. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ ഡെൽ ക്രോസ് ഐ ക്യാപ് ഇൻറ്റു ഒമേഗ ടു സെഡ് മൈനസ് ഒമേഗ ത്രീ വൈ പ്ലസ് ജെ ക്യാപ് ഇൻറ്റു ഒമേഗ ത്രീ എക്സ് മൈനസ് ഒമേഗ വൺ സെഡ് പ്ലസ് കെ ക്യാപ് ഇൻറ്റു ഒമേഗ വൺ വൈ മൈനസ് ഒമേഗ ടു എക്സ്. ഇനി ഡെൽ ക്രോസ് ഇപ്പോൾ പറഞ്ഞ ആ സംഭവം അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനൻ്റ് രീതിക്ക് എഴുതാം. അതായത് ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് ഡെല്ലിനെ നമ്മൾ എഴുതി ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് എന്ന് എഴുതി. പിന്നെ ഐ ക്യാപ്പിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഒമേഗ ടു സെഡ് മൈനസ് ഒമേഗ ത്രീ വൈ എഴുതി. പിന്നെ ഒമേഗ ത്രീ എക്സ് മൈനസ് ഒമേഗ വൺ സെഡ്. അടുത്തത് ഒമേഗ വൺ വൈ മൈനസ് ഒമേഗ ടു എക്സ് എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു എങ്ങനെയാണ് ഡോ ബൈ ഡോ വൈ ഓഫ് ഒമേഗ വൺ വൈ മൈനസ് ഒമേഗ ടു എക്സ്, അതാണ് ഒമേഗ വൺ. ഓക്കെ, മൈനസ് ഒമേഗ വൺ പ്ലസ് ജെ ക്യാപ്പ് ഇൻറ്റു ഒമേഗ ടു മൈനസ് ഒമേഗ ടു എന്ന് കിട്ടും പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഒമേഗ ത്രീ മൈനസ് ഒമേഗ ത്രീ. അപ്പോൾ ഒമേഗ വൺ മൈനസ് ഒമേഗ വൺ എന്താവും, പ്ലസ് ആവും. ടു ഒമേഗ വൺ ഐ ക്യാപ് പ്ലസ്
2 omega 2 j cap plus 2 omega 3 k cap. നമുക്ക് 2 കോമൺ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു ഒമേഗ 1 ഐ ക്യാപ് പ്ലസ് ഒമേഗ 2 ജെ ക്യാപ് പ്ലസ് ഒമേഗ 3 കെ ക്യാപ് എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു, അപ്പോൾ ഈ ഉള്ളിൽ വന്നത് എന്താണ്, ഒമേഗ വെക്ടറാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കേൾ ഓഫ് ഇ ആയിരുന്നു ഇത്ര നേരം കണ്ടുപിടിച്ച് വന്നത്. സോ കേൾ ഓഫ് ഇ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഒമേഗ വെക്ടർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ കേൾ ഓഫ് ഇ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഒമേഗ വെക്ടർ എന്ന് എഴുതുമ്പോഴത്തേക്കും ഇത് നമുക്ക് ആൻഡ് ദിസ് ഷോസ് ദാറ്റ് ദ കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ്, the curl V, it is connected with the rotational properties of vector field, അതായത് ആൻഡ് ജസ്റ്റിഫൈസ് ദ നെയിം റൊട്ടേഷൻ യൂസ് ഫോർ കേൾ. അതായത് കേൾ വി എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്തുമായിട്ട് കണക്റ്റഡ് ആണ്, റൊട്ടേഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ ഫീൽഡിൻ്റെ റൊട്ടേഷണൽ പ്രോപ്പർട്ടീസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് ദിസ് ജസ്റ്റിഫൈസ് ദ നെയിം റൊട്ടേഷൻ യൂസ് ഫോർ കേൾ. അതാണ് ഒരു മെഷർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് curl of V, it is related with the rotational properties of vector field. Okay. Next questions ആണ് ഗ്രേഡിയൻറ്റ് ഡൈവേർജൻസ് കർവ്. 3 സെക്ഷനിലെയും പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഗ്രേഡിയൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് R is the position vector of a point, deduce the value of grad 1 by R. അപ്പോൾ R പൊസിഷൻ വെക്ടറാണ്, ഗ്രേഡിയൻ്റ് ഓഫ് 1 by R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൊസിഷൻ വെക്ടറാണ് R എന്നുണ്ടെങ്കിൽ നമുക്ക് ആറിനെ എങ്ങനെ എഴുതാം, എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ് എന്ന് എഴുതാം. സോ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അത് മാഗ്നിറ്റ്യൂഡ് എഴുതുന്നതാണ്. സോ നമുക്ക് എന്താ 1 by ആറിനെ എങ്ങനെ എഴുതാം, 1 by ആറിന് ലൈക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു 1 by 2 എന്ന് എഴുതാം. സോ 1 by R is equal to 1 by x square plus y square plus z square raised to 1 by 2. ഇനി ഇതിൻ്റെ ഗ്രേഡിയൻ്റ്, അതായത് ഡെൽ 1 by R കണ്ടുപിടിക്കുക. അതിന് എന്താ ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 by R, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 by x square plus y square plus z square raised to 1 by 2 I cap plus ഡോ ബൈ ഡോ y of 1 by x square plus y square plus z square all raised to 1 by 2 j cap plus dou by dou z of 1 by x square plus y square plus z square raised to 1 by 2 k cap. ഇനി നമ്മൾ ഡിനോമിനേറ്ററിൽ റേസ് ടു 1 by 2 എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ റേസ് ടു മൈനസ് 1 by 2 എന്നുള്ള രീതിയിലേക്ക് എഴുതി. അത് കഴിഞ്ഞിട്ട് ഐ ക്യാപ് ഇൻറ്റു ഈ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു 1 by 2 നമുക്ക് എക്സ് റേസ് ടു എന്നിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്താണ്, എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, അതായത് ഐ ക്യാപ് ഇൻറ്റു മൈനസ് 1 by 2 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു മൈനസ് 1 by 2 മൈനസ് 1, അതായത് മൈനസ് 3 by 2 കിട്ടും. ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താണ് പിന്നുള്ളത്, എക്സ് സ്ക്വയർ ആണ്, എക്സ് സ്ക്വയറിൻ്റെ 2x. ഇങ്ങനെ നമ്മൾ ആ 3 ടേമിനെ എഴുതി. അപ്പോൾ സെക്കൻഡ് ടേം എന്ത് വരും, പ്ലസ് ജെ ക്യാപ് ഇൻറ്റു മൈനസ് 1 by 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു മൈനസ് 3 by 2 ഇൻറ്റു 2y പ്ലസ് കെ ക്യാപ് ഇൻറ്റു മൈനസ് 1 by 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു മൈനസ് 3 by 2 ഇൻറ്റു 2z. ഇതിൽ ഓരോരോ ടേമിലും 2 കട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു ഐ ക്യാപ് ഇൻറ്റു മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു 3 by 2 പ്ലസ് ജെ ക്യാപ് ഇൻറ്റു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു 3 by 2 പ്ലസ് കെ ക്യാപ് ഇൻറ്റു മൈനസ് സെഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു 3 by 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ആ ന്യൂമറേറ്ററിൽ നിന്ന് കോമൺ ആയിട്ടുള്ള മൈനസ് പുറത്തോട്ട് എടുക്കുക. സോ മൈനസ് ഓഫ് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ് ബൈ മറ്റേത് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു 1 by 2 എന്നാണ്, അത് റേസ് ടു 3 by 2 ആ രീതിയിലേക്ക് എഴുതാം. അപ്പോൾ എന്താണ് ന്യൂമറേറ്ററിൽ ഇനി മൈനസ് ആർ വെക്ടറാണ്, എന്ത് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്, അത് ആർ വെക്ടർ എന്ന് എഴുതാം. പിന്നെ മറ്റേത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആണ്, അപ്പോൾ ആർ അങ്ങനെ എഴുതി. പിന്നെ എന്താണ്, ക്യൂബ് ഉണ്ട്. സോ മൈനസ് ആർ വെക്ടർ ബൈ ആർ ക്യൂബ് ആണ് ഇതിൻ്റെ ആൻസർ.
Next question. Show that the gradient of sum of two scalar point functions is equal to the sum of their gradients. അപ്പോൾ രണ്ട് സ്കേലാർ ഫങ്ഷൻസിൻ്റെ സമ്മിൻ്റെ ഗ്രേഡിയൻറ്റ് ഓഫ് സം ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദെയർ ഗ്രേഡിയൻസ്. അതിൻ്റെ സെപ്പറേറ്റ് ഗ്രേഡിയൻ്റ് എടുത്ത് സം ചെയ്താലും സെയിം ആണെന്ന് കാണിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സ്കേലാർ ഫങ്ഷൻസ് ആയിട്ട് ഇവിടെ എടുത്തത് യുവും വിയും ആണ്. u, v are scalar functions of x, y and z. ഇനി ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കുകയാണ്. ഗ്രേഡിയൻ്റ് ഓഫ് സം ഓഫ് ടു സ്കേലാർ പോയിൻറ്റ് ഫങ്ഷൻസ് u ആൻഡ് v എന്ന് പറയുമ്പോൾ ഡെൽ ഓഫ് u പ്ലസ് v എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഡെല്ല് നമ്മൾ അങ്ങനെ തന്നെ എഴുതുക. ഡെല്ലിൻ്റെ എക്സ്പാൻഷൻ i ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാബ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ക്യാബ് ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ് ഇൻറ്റു u പ്ലസ് v. ഇനി ആ u പ്ലസ് വിനെ ഓരോന്നിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് യു പ്ലസ് വി പ്ലസ് ജെ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് യു പ്ലസ് വി പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ് ഓഫ് യു പ്ലസ് വി. ഇനി ഈ യു പ്ലസ് വിനെ പിന്നെ സെപ്പറേറ്റ് ചെയ്യാണ്. ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ക്യാപ്പ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ്പ് ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ജെ ക്യാപ്പ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ വൈ plus k cap into dou u by dou z plus k cap into dou v by dou z. ഇനി നമ്മൾ I into dou u by dou x plus j into dou u by dou y plus k into dou u by dou z. u വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതി പ്ലസ് I into dou v by dou x plus j into dou v by dou y plus k into dou v by dou z. v വരുന്നതൊക്കെ ഒരുമിച്ചിട്ട് എഴുതി. അപ്പോൾ ആ ഫസ്റ്റത്തെ 3 ടേമിൽ, അതായത് യു വരുന്ന ആ ടേമിൽ നമുക്ക് യു ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ ആ ഉള്ളത്തെ എന്താവും, ഡെല്ലായിട്ട് മാറും, ഡെല്ലിൻ്റെ ഡെഫിനിഷനായിട്ട് മാറും. ലാസ്റ്റത്തെ 3 ടേംസിൽ നിന്ന് നമ്മൾ വി പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസൈഡിൽ അതെന്താവും, ഡെല്ലായിട്ട് മാറും. സോ ഡെൽ ഓഫ് യു പ്ലസ് വി ആണ് ഇത്ര നേരം കണ്ടുപിടിച്ച് വന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഡെൽ യു പ്ലസ് ഡെൽ വി എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ദ ഗ്രേഡിയൻറ്റ് ഓഫ് സം ഓഫ് ടു സ്കേലാർ പോയിൻറ്റ് ഫങ്ഷൻസ് യു ആൻഡ് വി ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദെയർ ഗ്രേഡിയൻസ്, അതായത് ഡെൽ യു പ്ലസ് ഡെൽ വി. അപ്പോൾ അത് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് സ്കേലാർ ഫങ്ഷൻ ഫൈ ഇസ് ഈക്വൽ ടു 4 e raised to 2x minus y plus z at the point 1, 1, minus 1 in a direction towards the point minus 3, 5, 6. അപ്പോൾ ഇതിന് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഡെൽ ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. equal to I cap into dou by dou x of 4 e raised to 2x minus y plus z plus j cap into dou by dou y of 4 e raised to 2x minus y plus z plus k cap into dou by dou z of 4 e raised to 2x minus y plus z. ഓക്കെ, ഇനി ഇതിൻ്റെ ഡോ ബൈ ഡോ എക്സ് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് വരും, എക്സിൻ്റെ പാർട്ടിൽ 4 e raised to 2x minus y plus z ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് തന്നെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x എന്നാണ് വരിക. 2xൻ്റെ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x എന്താണ്, 2 ആണ്. അങ്ങനെ നമ്മൾ വൈൻ്റെ പാർട്ടും സെഡിൻ്റെ പാർട്ടും ജെ ക്യാപ്പിൻ്റെയും കെ ക്യാപ്പിൻ്റെയും പാർട്ട് എഴുതി. ഇനി അപ്പോൾ എന്താണ് ഡെൽ ഫൈ കിട്ടുക, ഇതിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് 4 e raised to 2x minus y plus സെഡിനെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഡെൽ ഫൈ ഇസ് ഈക്വൽ ടു 4 e raised to 2x minus y plus z ഇൻറ്റു 2i cap മൈനസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാൻ ഡെൽ ഫൈ പോയിൻ്റ് തന്നിട്ടുണ്ട്. 1, 1, മൈനസ് 1 ആണ് പോയിൻ്റ്. അപ്പോൾ 1, 1, മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് എക്സിന് 1 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക, സെഡിന് -1 കൊടുക്കുക. അപ്പോൾ 4 e raised to 2 minus 1 minus 1 2i cap minus j cap plus k ക്യാപ്പിന് എന്ത് കിട്ടും, 4 into 2i minus j plus k എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ എ എന്നുള്ള പോയിൻ്റ് ഏതാണ്, 1, 1, മൈനസ് 1 ആണ്. ബി എന്നുള്ള പോയിൻ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പോയിൻ്റാണ്. ടുവേർഡ്സ് ദ പോയിൻ്റ് എന്താണ്, -3, 5, 6 ആണ്. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ എ ബി അത് 1, 1, 1 to
-356 ആ പോയിൻ്റാണ്. അപ്പോൾ ഡയറക്ഷൻ എന്താണ്? എ ബി എന്നുള്ള രീതിക്കാണ്. A11 -1 എടുത്തു, ബി -356 എടുത്തു. അപ്പോൾ ഡയറക്ഷൻ എ ബി നമുക്ക് എങ്ങനെ എഴുതാം? ബി വെക്റ്റർ മൈനസ് എ വെക്റ്റർ എന്ന് എഴുതാം. ഓക്കെ, സോ അത് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് -3 -1 എന്താണ്? -4 ഐ ക്യാപ്പ് കിട്ടും. പിന്നെ y കമ്പോണൻ്റ് എന്താ? 5 -1 അതായത് 4j ഐ ക്യാപ്പ്. 6 -1 എന്താണ്? 7k ക്യാപ്പ്. ഓക്കെ, അപ്പോൾ അതാണ് എ ബി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ, അതായത് ഡെൽ ഫൈ അറ്റ് 1 1 -1 ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി ആണ് വേണ്ടത്. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച 4 × 2 ഐ ക്യാപ്പ് പ്ലസ് -j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ് ഡോട്ട് എന്താണ്? ഈ എ ബിൻ്റെ വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസ് ആ രീതിക്കാണ്. -4 ഐ ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് 7k ക്യാപ്പ് ബൈ √(-4² + 4² + 7²). ഓക്കെ, ഇനി 4 അങ്ങനെ തന്നെ നിർത്തി, മറ്റേത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാണ്. അപ്പോൾ 2 × -4 -8 കിട്ടി. -1 × 4 -4 1 × 7 7 ബൈ √(-4² + 4² + 7² √81 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? -20/9. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് x² + y² is equal to z at 1 to 5. അപ്പോൾ നമുക്ക് സർഫസ് തന്നിട്ടുണ്ട്. സർഫസ് എന്താണ്? ഫൈ ഇസ് ഈക്വൽ ടു x² + y² ഈക്വൽ ടു z എന്നാണ്. അപ്പോൾ -z ഇസ് ഈക്വൽ ടു 0 ഒരു സൈഡിലേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ ഡെൽ ഫൈ. അപ്പോൾ ഇതിൻ്റെ ഡെൽ ഫൈ കണ്ടുപിടിക്കുക. ∂/∂x of x² + y² minus z into I cap plus ∂/∂y of x² + y² minus z j cap plus ∂/∂z of x² + y² minus z into k cap. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഡെൽ ഫൈ എന്താണ്? ∂/∂x of x² + y² minus z നമുക്ക് അതിൽ ഡെൽ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 2x I cap എന്ന് എഴുതാം. പൈൻ്റെ പോർഷനിൽ 2y j cap, പിന്നെ മറ്റേത് -k cap. ഓക്കെ, ഇനി ഗ്രേഡിയൻറ്റ് തന്നിട്ടുണ്ട്. ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്? 1 to 5ലാണ്. അപ്പോൾ എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സെഡിന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2i cap plus 4j cap minus k cap എന്ന് കിട്ടും. ഇനി യൂണിറ്റ് നോർമൽ വെക്ടറാണ്, അത് കണ്ടുപിടിക്കാൻ ഡെൽ ഫൈ ബൈ മോഡ് ഡെൽ ഫൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെൽ ഫൈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഡെൽ ഫൈ അറ്റ് 1 to 5 is 2i plus 4j minus k. ഇനി അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ √(2² + 4² + -1²). അപ്പോൾ ഡിനോമിനേറ്ററിൽ √21 കിട്ടും. അത് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതാണ്. 2/√21 I cap plus 4/√21 j cap minus 1/√21 k cap. ഇതാണ് അതിൻ്റെ യൂണിറ്റ് നോർമൽ വെക്റ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് x(y)³ z² is equal to 4 at -1 -1 2. അപ്പോൾ സർഫസ് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ഫൈ ഓഫ് x(y)z is equal to x(y)³ z² -4. 4നെ LHSലോട്ട് എടുത്തു, ലെഫ്റ്റിലോട്ട് എടുത്തു. ഇനി ഡെൽ ഫൈ എന്താണ്? ഡെൽ ഫൈ ആണ് ഈ വെക്റ്റർ നോർമൽ ടു ദ സർഫസ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് നോർമൽ വെക്റ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. സർഫസിന് നോർമലായിട്ടുള്ള വെക്റ്റർ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു നേരത്തെ, പെർപെൻഡിക്കുലർ ആണ് ഡെൽ ഫൈ എന്ന്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഗ്രേഡിയൻ്റ് ഡയറക്ഷൻ എന്ന്. അപ്പോൾ ഡെൽ ഫൈ ഇസ് ദ വെക്റ്റർ നോർമൽ ടു ദ സർഫസ് ഫൈ. ഇനി നോർമൽ വെക്റ്റർ, അപ്പം നോർമൽ വെക്റ്റർ കണ്ടുപിടിക്കാൻ എന്താണ്? ഡെൽ ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. I cap into ∂φ/∂x plus j cap into ∂φ/∂y plus k cap into ∂φ/∂z. അതിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I cap into ∂/∂x of ഫൈ ആണ്. ഫൈ എന്താണ്? x(y)³ z² -4. ഓക്കെ, അപ്പോൾ I cap into y³ z², അതായത് ∂x/∂x 1 ആയിപ്പോയി, പിന്നെ മറ്റേത് കോൺസ്റ്റൻ്റ് ആണ്. പ്ലസ് j cap into ∂φ/∂y ചെയ്യുമ്പോൾ 3xy² z² plus k cap into 2xy³ z എന്ന് കിട്ടും. ഇനി തന്ന പോയിന്റ് -1 -1 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
സോ നമുക്ക് എന്ത് കിട്ടും? -4i -12j +4k എന്ന് കിട്ടും. ഇനി ഇത് നോർമൽ വെക്ടറാണ് ∇ϕ. ഇനി യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? √16 + 144 + 16, അതായത് √(-4² + -12² + 4². അപ്പോൾ യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ സർഫസ് at -1 -1 2 = -4i -12j +4k √(16 + 144 + 16). ഡൈവേർജൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given r vector is equal to xi cap plus yj cap plus zk cap, show that the divergence of r is equal to 3. അപ്പോൾ ഡൈവേർജൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡൈവേർജൻസ് എന്താണ്? ഡെൽ ഡോട്ട് ആർ ആണ്. അപ്പോൾ ഡെല്ലിൻ്റെ ഡെഫിനിഷൻ അങ്ങനെ എഴുതി, ഡോട്ട് ആർ അങ്ങനെ എഴുതി, xi cap plus yj cap plus zk cap എന്ന് എഴുതി. അപ്പോൾ ഇനി ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ ഡോ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ സെറ്റ്, അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്? ഡോ എക്സ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡോ വൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡോ സെറ്റ് ബൈ ഡോ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 ആണ്. അപ്പോൾ 1 + 1 + 1 = 3. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഡെൽ ഡോട്ട് ആർ ഇസ് ഈക്വൽ ടു 3. അതായത് നമുക്ക് ഷോ ദാറ്റ് ഡൈവേർജൻസ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു 3 എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ ഡൈവേർജൻസ് ഓഫ് സം ഓഫ് 2 വെക്റ്റർ ഫങ്ഷൻസ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ദെയർ ഡൈവേർജൻസസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വെക്റ്റർ ഫങ്ഷനാണ്. നേരത്തെ എടുത്തത് സ്കേലാർ ആയിരുന്നു ഒരു സിമിലർ ക്വസ്റ്റ്യന്. ഇതിൽ നമ്മൾ വെക്റ്ററാണ്, ഡൈവേർജൻസ് ആണ്. സോ u is equal to u1i cap plus u2j cap plus u3k cap എന്നെടുത്തു. vനെ v1i cap plus v2j cap plus v3k cap എന്നെടുത്തു. ഇനി അതിൻ്റെ ഡൈവേർജൻസ്, ആ രണ്ടെണ്ണത്തിൻ്റെ സം എടുത്തിട്ട് സമ്മിൻ്റെ ഡൈവേർജൻസ് ആണ്. ഡെൽ ഡോട്ട് u പ്ലസ് വി എന്നെടുത്തു. അപ്പോൾ ഡെല്ലിൻ്റെ ഡെഫിനിഷൻ അങ്ങനെ എഴുതി, യുവും വിയും ആഡ് ചെയ്ത് എഴുതി, u1 + v1i cap plus u2 + v2j cap plus u3 + v3k cap എന്നെഴുതി. ഇനി ഇതിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കുകയാണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് u1 + v1 + ഡോ ബൈ ഡോ വൈ ഓഫ് u2 + v2 + ഡോ ബൈ ഡോ സെറ്റ് ഓഫ് u3 + v3. ഇനി അതിനെ പിന്നെയും ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഡോ u1 / ഡോ എക്സ് + ഡോ v1 / ഡോ എക്സ് + ഡോ u2 / ഡോ വൈ + ഡോ v2 / ഡോ വൈ + ഡോ u3 / ഡോ സെറ്റ് + ഡോ v3 / ഡോ സെറ്റ് എന്ന് എഴുതി. ഇനി യുവിൻ്റെതൊക്കെ ഒരുമിച്ച് എഴുതി. അപ്പോൾ ഡോ u1 / ഡോ എക്സ് + ഡോ u2 / ഡോ വൈ + ഡോ u3 / ഡോ സെറ്റ് പ്ലസ് ഡോ v1 / ഡോ എക്സ് + ഡോ v2 / ഡോ വൈ + ഡോ v3 / ഡോ സെറ്റ്. അപ്പോൾ യുവിൻ്റെതൊക്കെ ഒരുമിച്ച് എഴുതി, വിൻ്റെതൊക്കെ ഒരുമിച്ച് എഴുതി. ഇനി ഇതിൽ നമുക്ക് എന്താണ് യുവിനെ പുറത്തോട്ട് എടുക്കാം, ലൈക്ക് വെക്ടറായിട്ട് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? അത് u1i cap plus u2j cap plus u3k cap എന്ന് എഴുതാം പുറത്തോട്ട്. അപ്പോൾ ബാലൻസ് അവിടെ ഉണ്ടാവുക i cap ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് j cap ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് k cap ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ്. അതായത് അതിനെ നമ്മൾ ഡൈവേർജൻസ് എന്നുള്ള രീതിയിൽ, അതായത് ഡോട്ട് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ എഴുതിയതാണ്. ഇനി ഡോ v1 / ഡോ എക്സ് + ഡോ v2 / ഡോ വൈ + ഡോ v3 / ഡോ സെറ്റ് അതിനെ ഒരു ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ രീതിയിൽ എഴുതി. അപ്പോൾ പുറത്തോട്ട് വരിക v1i cap plus v2j cap plus v3k cap ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെൽ ഓഫ് u പ്ലസ് വി ആണ് കണ്ടുപിടിച്ചത്, അതായത് LHS ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം അതെന്തായി? ഉള്ളിലുള്ളത് i ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് + j ഇൻറ്റു ഡോ ബൈ ഡോ വൈ + k ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ് അതിനെ ഡെൽ എന്ന് എഴുതി. ഡെൽ ഡോട്ട് പിന്നെ വരുന്നത് എന്താണ്? u1i cap plus u2j cap plus u3k, അതായത് നമ്മൾ യു വെക്റ്റർ. അപ്പോൾ ഡെൽ ഡോട്ട് യു വെക്റ്റർ പ്ലസ് ഡെൽ ഡോട്ട് വി, അതായത് പ്രൂവ് ചെയ്തത് ഡെൽ ഡോട്ട് യു പ്ലസ് വി ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് യു പ്ലസ് ഡെൽ ഡോട്ട് വി. Next question. V is equal to x square z I cap minus 2y cube z square j cap plus xy square z k. Find
del dot v at 1 minus 1 1. അപ്പോൾ ഡെൽ ഡോട്ട് വി കണ്ടുപിടിക്കാനാണ് ഡയറക്റ്റ് ഡെൽ ഡോട്ട് വിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ സെറ്റ്, അത് നമുക്ക് എങ്ങനെ എഴുതാം, സെറ്റ് അങ്ങനെ തന്നെ എഴുതി. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x ആണ്, അപ്പോൾ 2x സെറ്റ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 2y ക്യൂബ് സെറ്റ് സ്ക്വയറിന് 2 സെറ്റ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം 3 ഇൻറ്റു വൈ സ്ക്വയർ, അതായത് 6y സ്ക്വയർ സെറ്റ് സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് ഡോ സെറ്റ് ഓഫ് എക്സ് വൈ സ്ക്വയർ സെറ്റ്, നമുക്ക് എക്സ് വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, ഡോ ബൈ ഡോ സെറ്റ് ഓഫ് സെറ്റ് 1 എന്ന് കിട്ടും. സോ എക്സ് വൈ സ്ക്വയർ ഇൻറ്റു 1 എക്സ് വൈ സ്ക്വയർ ഡെൽ ഡോട്ട് വിന് അപ്പോൾ എങ്ങനെ എഴുതാം 2x സെറ്റ് മൈനസ് 6y സ്ക്വയർ സെറ്റ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ. ഫൈൻഡ് അറ്റ് ദ പോയിൻറ്റ് 1 മൈനസ് 1 1 എന്നാണ്. അപ്പോൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 എന്ന്, വൈ മൈനസ് 1ഉം സെറ്റ് 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 മൈനസ് 6 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് ബൈ എക്സ് പ്ലസ് വൈ ഫൈൻ ഡെൽ ഡോട്ട് വി. ഇതിന് നമുക്ക് ഡെൽ ഡോട്ട് വി കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. എക്സ് ബൈ എക്സ് പ്ലസ് വൈ ഐ ക്യാപ് പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ജെ ക്യാപ് എന്ന് എഴുതാം. അപ്പോൾ ഡെൽ ഡോട്ട് വി എന്ത് വരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സിൻ്റെ ആ പോർഷൻ എക്സ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. പിന്നെ നോർമൽ കോഷ്യൻ റൂളാണ് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. കോഷ്യൻ റൂളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് എന്നാവും വൈ ആവും. സെക്കൻഡ് ടേമിൽ എക്സ് പ്ലസ് വൈ മൈനസ് വൈ എന്താവും എക്സ് ആവും. സോ അത് ചേർത്ത് എഴുതുമ്പോൾ എക്സ് പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഒരു എക്സ് പ്ലസ് വൈ കട്ട് ചെയ്യാം അല്ലേ. സോ ഡെൽ ഡോട്ട് വി എന്ത് കിട്ടും 1 ബൈ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് വി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3y ഐ ക്യാപ് പ്ലസ് വൈ മൈനസ് 2 സെറ്റ് ജെ ക്യാപ് പ്ലസ് എക്സ് പ്ലസ് എ സെറ്റ് കെ ക്യാപ് ഇസ് എ സോളിനോയിഡൽ വെക്റ്റർ വെൻ ഇ ഇസ് ഈക്വൽ ടു -2. ഓക്കെ, സോ സോളിനോയിഡൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. സോ ഡെൽ ഡോട്ട് വി കണ്ടുപിടിക്കാം. വി സോളിനോയിഡൽ ആണെങ്കിൽ നമുക്കറിയാം ഡെൽ ഡോട്ട് വി എന്താവണം 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇതിൽ സോളിനോയിഡൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഡെൽ ഡോട്ട് വി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും 1 പ്ലസ് 1 പ്ലസ് എ എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് 2 എന്ന് എഴുതാം. അപ്പോൾ ഡെൽ ഡോട്ട് വി നമുക്ക് എന്ത് കിട്ടും എ പ്ലസ് 2 എന്ന് കിട്ടും. അപ്പോൾ 0 ആവണമെങ്കിൽ എന്താണ് ഈ ഡെൽ ഡോട്ട് വി 0 ആണ്. അപ്പോൾ ഡെൽ ഡോട്ട് വി കിട്ടിയത് എ പ്ലസ് 2 ആണ്. അപ്പോൾ എന്താവണം എ പ്ലസ് 2 0 ആണ്. സോ എ പ്ലസ് 2 ഈക്വൽ ടു 0, എ ഇസ് ഈക്വൽ ടു -2. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദ കേൾ ഓഫ് പൊസിഷൻ വെക്റ്റർ ഇസ് 0. അത് ഡെൽ ക്രോസ് ആറ് 0 ആണെന്ന് കാണിക്കാനാണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് ഡെല്ലിൻ്റെ കമ്പോണൻസ് എങ്ങനെ എഴുതാം ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് എന്ന് എഴുതാം. ക്രോസ് പൊസിഷൻ വെക്റ്ററിന് എങ്ങനെ എഴുതാം എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെറ്റ് കെ ക്യാപ്. അപ്പോൾ അതും എഴുതി. ഇനി നോർമലി ഡിറ്റർമിനൻറ്റ് പോലെ സോൾവ് ചെയ്യാം. ഐ ക്യാപ് ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ വൈ മൈനസ് ഡോ വൈ ബൈ ഡോ സെറ്റ് മൈനസ് ജെ ക്യാപ് ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ സെറ്റ് പ്ലസ് കെ ക്യാപ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ വൈ എന്ന് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 0. കാരണം ഡോ സെറ്റ് ബൈ ഡോ വൈയും എന്താണ് മൈനസ് ഡോ വൈ ബൈ ഡോ സെറ്റ് ഇത് ഫുള്ളി നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ഡെൽ ക്രോസ് ഡെൽ ഫൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഫോമിൽ എഴുതി ഐ ജെ കെ എഴുതി ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് ഇത് ഡെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ക്രോസ് എന്താണ് ഡെൽ ഫൈ ആണ്. അപ്പോൾ അടുത്തത് എന്താണ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഡോ ഫൈ ബൈ ഡോ വൈ ഡോ ഫൈ ബൈ ഡോ സെറ്റ്.
ഇനി ഇത് ഡിറ്റർമിനൻറ്റ് ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുക. ഐ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഫൈ ബൈ ഡോ സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ ഫൈ ബൈ ഡോ വൈ മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഫൈ ബൈ ഡോ സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഫൈ ബൈ ഡോ വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഫൈ ബൈ ഡോ എക്സ്. അതിന് നമുക്ക് ഐ ക്യാപ്പ് ഇൻറ്റു എന്താ 0 മൈനസ് 0 എന്നാണ് കിട്ടുക. കാരണം ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഫൈ ബൈ ഡോ സെഡും ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ ഫൈ ബൈ ഡോ വൈയും സെയിം ആണ്. അങ്ങനെ ഓരോരോ ടേമിലും വരുന്നു, 3 ടേമിലും വരുന്നുണ്ട്. സോ ടോട്ടലി എന്താണ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡെൽ ക്രോസ് കെ ക്യാപ് ബൈ ആർ. ഓക്കെ, ഡെൽ ക്രോസ് കെ ക്യാപ് ബൈ ആറിന് നമ്മൾ ഡിറ്റർമിനൻറ്റ് ഫോമിൽ എഴുതി, ഐ ജെ കെ എഴുതി, ഡെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് എന്ന് എഴുതി. ഇതിൽ നോക്കുകയാണെങ്കിൽ ഡെൽ ക്രോസ് 1/r കെ ക്യാപ് എന്നാണ് ശരിക്കും. അതായത് സെഡിന് മാത്രമേ കമ്പോണൻ്റ് ഉള്ളൂ. അപ്പോൾ ബാക്കി രണ്ടും ഐ ക്യാപ്പും ജെ ക്യാപ്പിൻ്റെതാണുള്ളത് 0 0 എന്ന് എഴുതി, മറ്റേത് 1/r എന്ന് എഴുതി. ഇനി നോർമലി ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുന്ന പോലെ തന്നെ ഐ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് 1/r മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് 0 എന്ന് കിട്ടും, മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 1/r മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് 0 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 0 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 0. ഇതിൽ ഇനി ഈ 1/rനെ നമ്മൾ മാറ്റിയതാണ്. ആറിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പം ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ റേസ് ടു -1/2. അങ്ങനെ രണ്ട് ടേമിൽ എഴുതി. ലാസ്റ്റത്തെ കെൻ്റെ അത് ഫുള്ളി 0 ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡോ ബൈ ഡോ വൈ ഇത് എടുക്കുകയാണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. സോ എന്ത് കിട്ടും? എക്സ് റേസ് ടു എൻ എന്നുള്ളത് എൻ എക്സ് റേസ് ടു n-1 എന്നുള്ള രീതിക്ക് -1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ റേസ് ടു -3/2 ഇൻറ്റു 2y. 2y ഏതിൻ്റെതാണ്? ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയറിൻ്റെ 2yയും കിട്ടി. അങ്ങനെ ആ രണ്ട് ടേമിലും ചെയ്തു. അപ്പോൾ 2ഉം 2ഉം കട്ടായിപ്പോയി രണ്ട് ടേമിലും. അപ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു -y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ റേസ് ടു 3/2. അതായത് ന്യൂമറേറ്ററിൽ -3/2 ഡിനോമിനേറ്ററിൽ വന്നപ്പോൾ 3/2 ആയി. അങ്ങനെ രണ്ട് ടേം എഴുതി. ഇപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യാം? r³ എന്ന് എഴുതാം. അതായത് r എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ റേസ് ടു 1/2 ആണ്. അത് ഓൾ റേസ് ടു 3 ആണല്ലോ. അപ്പോൾ r³ എന്ന് എഴുതാം ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതി. ഇനി 1/r³ ഇൻറ്റു എക്സ് ടി ക്യാപ് മൈനസ് വൈ ഐ ക്യാപ് ഒരുമിച്ച് എഴുതി. അപ്പോൾ ഇതാണ് ഡെൽ ക്രോസ് കെ വെക്റ്റർ ബൈ കെ ക്യാപ് ബൈ ആർ എന്താണ്? 1/r³ ഇൻറ്റു എക്സ് വൈ ക്യാപ് മൈനസ് വൈ എക്സ് ജെ ക്യാപ് മൈനസ് വൈ ഐ ക്യാപ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Show that f is equal to 2xy plus z cube I cap plus x square j cap plus 3x z square k cap is a conservative force field. ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആണെന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. അപ്പോൾ ഡെൽ ക്രോസ് എഫ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ ഡെൽ ക്രോസ് എഫിന് ഫസ്റ്റ് ഡെല്ലിൻ്റെ കമ്പോണൻസ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് എഴുതി. പിന്നെ എഫിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും സെറ്റ് കമ്പോണൻറ്റും എഴുതി. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഐ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് 3x സെറ്റ് സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ജി ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x സെറ്റ് സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് 2xy പ്ലസ് സെറ്റ് ക്യൂബ് പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 2xy പ്ലസ് സെറ്റ് ക്യൂബ് എന്നാണ് കിട്ടുക. അപ്പോൾ എന്താണ്? ഐ ക്യാപ്പിൻ്റെ 0 - 0 ആയിപ്പോവും. ജെൻ്റെ ഒപ്പം വരുന്നത് 3 സെറ്റ് സ്ക്വയർ മൈനസ് 3 സെറ്റ് സ്ക്വയർ, അതും 0 ആയി പോവും. കെൻ്റെ ഒപ്പം ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയറിന് 2x ആവും. ഡോ ബൈ ഡോ വൈ ഓഫ് 2xy പ്ലസ് സെറ്റ് ക്യൂബ് എന്നുള്ളത് അതും 2x ആവും. അപ്പോൾ 2x മൈനസ് 2x അതും 0. അപ്പോൾ ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആസ് ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0, എഫ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്.
Next question, find values of a, b, c so that the f is equal to x plus 2y plus a z I cap plus bx minus 3y minus z j cap plus 4x plus cy plus 2z k cap plus irrotational. ഓക്കെ, അപ്പോൾ ഇറട്ടേഷണൽ ആണെങ്കിൽ നമുക്കറിയാം കണ്ടീഷണൽ കേൾ എന്തായിരിക്കും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഇറൊട്ടേഷൻ ആണെങ്കിൽ ഡെൽ ക്രോസ് എഫ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ കേൾ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി അത് എക്സ്പാൻഡ് ചെയ്യാണ്. I cap into dou by of 4x plus cy plus 2z minus dou by dou z of bx minus 3y minus z minus j cap into dou by dou x of 4x plus cy plus 2z minus dou by dou z of x plus 2y plus az plus k cap into dou by dou x of bx minus 3y minus z minus dou by dou y of x plus 2y plus az is equal to 0. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ എന്ത് കിട്ടും, സി കിട്ടും. സി മൈനസ് മൈനസ് 1 കിട്ടും. മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു 4 മൈനസ് എ എന്ന് കിട്ടും. പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ബി മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ സി മൈനസ് മൈനസ് 1 സി പ്ലസ് 1 ഐ ക്യാപ്പ് പ്ലസ് എ മൈനസ് 4 ജെ ക്യാപ്പ് പ്ലസ് ബി മൈനസ് 2 കെ ക്യാപ്പ് എന്ന് എഴുതാം, ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ ഓരോന്നും ഫുള്ളി ഈക്വൽ ടു 0 ആണ് റൈറ്റ് സൈഡിൽ. അപ്പോൾ ഓരോരോ കമ്പോണൻറ്റ്സ്, എക്സിൻ്റെ കമ്പോണൻറ്റ്, വൈൻ്റെ കമ്പോണൻറ്റ്, സെഡിൻ്റെത്, ഇത് മൂന്നും സെപ്പറേറ്റ്ലി നമ്മൾ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാണ്. സി പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 കൊടുത്തു, അതായത് എക്സ് കമ്പോണൻറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ സി പ്ലസ് 1 0 ആണെങ്കിൽ സി ഈക്വൽ ടു മൈനസ് 1 കിട്ടും. പിന്നെ എന്താണ്, വൈൻ്റെ കമ്പോണൻറ്റ് എ മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 4. അടുത്തത് ബി മൈനസ് 2 ഇസ് ഈക്വൽ ടു 0, സോ ബി ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇപ്പോൾ എഫ് ഇറോട്ടേഷൻ ആയിട്ടുള്ള കേസിൽ. താങ്ക് യു.